ദൈവം തുടങ്ങിവെച്ച സൃഷ്ടികർമ്മം ഇന്നും തുറന്നുകൊണ്ട് പോകുന്നത് മാതാപിതാക്കളാണ് എന്നതുകൊണ്ട് അവരുടെ സ്ഥാനം മഹനീയമാണ് എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. പിതൃത്വം, മാതൃത്വം എന്ന ഈ രണ്ട് സ്ഥാനങ്ങളിൽ വളരെ ഉത്തരവാദിത്വം ഉള്ള സ്ഥാനങ്ങളിലുണ്ട്. ഈ ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തെക്കുറിച്ച് ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കേണ്ട മേഖലകളെക്കുറിച്ച് ഒരു സൂചന മാത്രം തന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. മാതാപിതാക്കൾക്ക് എന്നും കുടുംബത്തിലുണ്ടായിരുന്നത് ചോദ്യം ചെയ്യാനാവാത്ത ഒരു സ്ഥാനമായിരുന്നു, അഗ്രഗണ്യമായ സ്ഥാനം. എന്നും കുടുംബത്തിലെ തീരുമാനങ്ങൾ എടുത്തിരുന്നത് മാതാപിതാക്കളാണ്. അതിനെ സാധാരണഗതിയിൽ മക്കൾ ആരും തന്നെ ചോദ്യം ചെയ്യാൻ മുതിരാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവർ എന്നതിൽ നിന്ന് തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടവരായി മാതാപിതാക്കൾ മാറിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഇന്ന് മക്കളാണ് തീരുമാനങ്ങൾ പലതെടുക്കുന്നത്. മാനസികമായി അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും, കടുത്ത വിയോജിപ്പാണ് എങ്കിൽ പോലും, മക്കളുടെ തീരുമാനങ്ങൾക്ക് അംഗീകാരം കൊടുക്കേണ്ട ഒരു ദയനീയ അവസ്ഥയിലാണ് മാതാപിതാക്കളെന്ന് സംശയലേശമെന്നെ എനിക്ക് പറയുവാൻ സാധിക്കും. ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം, ഏത് പത്രമാണ്, ദീപിക പത്രമാണോ നമ്മുടെ വീട്ടിൽ വരുത്തേണ്ടത് എന്നുള്ളതിന്റെ തീരുമാനം മാതാപിതാക്കൾക്കല്ല, മക്കൾക്കാണ്. ഏത് ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കണം തീരുമാനം മാതാപിതാക്കളുടെതെല്ലാം മക്കളുടേതാണ്. 2 ദിവസമായി ഞാൻ ഇടപെടുന്ന 2 സംഭവങ്ങൾ നമ്മളുടെ മധ്യകേരളത്തിലെ ഒരു വളരെ പ്രശസ്തമായ സുറിയാനി ക്രൈസ്തവ കുടുംബത്തിലെ ഒരപ്പൻ ഇന്നലെ എന്നെ മകനെ പരിചയപ്പെടുത്തിയത് വളരെ സങ്കടത്തോടെയാണ്. എന്ത് പറയാനാ സാറേ, സഭ വിട്ടുപോയി മറ്റൊരു സഭയിലാണെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു, മറ്റൊരു ഗ്രൂപ്പിലാണ്. ഇന്നത്തെ പത്രം വായിക്കുമ്പോൾ സൂക്ഷ്മമായി വായിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സുറിയാനി ക്രൈസ്തവ കുടുംബത്തിലെ ആൺകുട്ടി പാകിസ്ഥാനിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച കാര്യം ഇന്ന് പത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഇതൊക്കെ മക്കളുടെ തീരുമാനം മാതാപിതാക്കൾ അംഗീകരിക്കേണ്ട സാഹചര്യം. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മാതാപിതാക്കളുടെ സ്ഥാനം, അതിന്റെ മഹത്വം മാതാപിതാക്കൾ തിരിച്ചറിയുകയും തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുവാനുള്ള ഒരു നിർബന്ധ ബുദ്ധി മാതാപിതാക്കളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുകയും, അബദ്ധ സഞ്ചാരങ്ങളെക്കുറിച്ചും വഴിവിട്ട മാർഗങ്ങളെക്കുറിച്ചും ഒക്കെ നാം വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ നാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തീരുമാനമെടുക്കാൻ സാധിക്കാതെ പോയ മാതാപിതാക്കളെ. അതുകൊണ്ട് നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുന്ന മാതൃത്വത്തിന്റെ, പിതൃത്വത്തിന്റെ സ്ഥാനം മഹനീയമാണ്, അത് ഉത്തരവാദിത്തമുള്ളതാണ് എന്നുള്ള ബോധ്യം സ്വീകരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ സ്ഥാനം കുടുംബത്തിൽ ഉറപ്പിക്കുവാൻ തീരുമാനം എടുക്കേണ്ട ഒരു മാനസിക അവസ്ഥ ഇത്തരമൊരു കൂടിവരവരുടെ സംജാതമാണ്. 3 കാര്യങ്ങളിൽ വ്യക്തമായും കൃത്യമായും മാതാപിതാക്കൾ തീരുമാനമെടുക്കണം. 1, മക്കളെ ദൈവോന്മുഖനായി വളർത്തുന്നു എന്നുള്ള കാര്യത്തിൽ. 2, മക്കളെ സഭയിൽ ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ. 3, അവന്റെ ശേഷികളെക്കാൾ പ്രാധാന്യം അവന്റെ പ്രാർത്ഥനയ്ക്കാണ് എന്നുള്ള കാര്യത്തിൽ. ഈ 3 കാര്യത്തിലും ഒരു നിഷ്കർഷയും നിർബന്ധ ബുദ്ധിയും മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടാവും. ദൈവോന്മുഖനായി മക്കളെ വളർത്തുന്ന കാര്യത്തിൽ, സഭയിൽ മക്കളെ ഉറപ്പിക്കുന്ന കാര്യത്തിൽ, ശേഷികളെക്കാൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിൽ. ഞാൻ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത് അവസാനം പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്റെ ചെറുപ്പത്തിലുണ്ടായ ഒരു സംഭവം, ഞാൻ ഈ പറയുന്നത് ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. എന്റെ അമ്മ ഒരു അധ്യാപികയായി, എന്റെ അപ്പനൊരു പട്ടാള ഉദ്യോഗസ്ഥനായി. അവരുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ചേർന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. 35 വർഷങ്ങൾക്ക് മുൻപ് എന്റെ നാട്ടിലുള്ള ഒരു കോൺട്രാക്ടർ ഒരു വലിയ വീട് പണിതു. നിങ്ങൾ പലർക്കും അറിയാം, ചെറുത്തലാട്ട് ജോർജ് കുട്ടി, അല്ലെങ്കിൽ ജോർജ് കുട്ടിച്ചായ എന്ന് പറയുന്ന ജോർജ് കുട്ടി. അദ്ദേഹം ഒരു വീട് പണിതു,
വലിയ വീട്. ഇന്നും ഞങ്ങളുടെ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ വീടിനെ കവച്ചു വയ്ക്കുവാൻ മറ്റൊരു വീടുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ അമ്മയോടും എന്റെ അപ്പനോടും വളരെ അടുപ്പമുണ്ടായിരുന്ന ജോർജ് കുട്ടിച്ചായന്റെ വീട്ടിൽ പല പ്രാവശ്യം പോകുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ചെറിയ ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിരുന്ന എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ജനിച്ചു, അതുപോലെ ഒരു വീട് പണിയാണ്. ഞാൻ എന്റെ അമ്മയോട് അപ്പനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നമുക്കെന്താണ് അതുപോലെ ഒരു വീട് പണിയാൻ സാധിക്കും, എന്തെങ്കിലും പണിയാൻ പറ്റും. ഞാൻ എപ്പോഴൊക്കെ ഈ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്റെ മാതാവിന്റെയും പിതാവിന്റെയും മറുപടി ഒന്ന് തന്നെയായിരുന്നു, നീ പ്രാർത്ഥിക്കുകയായിരുന്നു മറുപടി. 35 വർഷങ്ങൾക്ക് മുൻപ് ജോർജ് കുട്ടിച്ചായൻ ഒരു കാർ വാങ്ങി, മാർക്ക് 2 അംബാസിഡർ, നീല നിറം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ കാറിന് നിറം വരും. ഞാൻ എന്റെ കൊച്ചുപ്രായത്തിൽ ഞാൻ എന്റെ അപ്പനോട് അമ്മയോട് ചോദിച്ചു, എന്നെങ്കിലും നമുക്കൊരു കാർ വാങ്ങാൻ സാധിക്കും. അപ്പോഴും എന്റെ അപ്പന്റെയും അമ്മയുടെയും മറുപടി ഒന്ന് മാത്രമായിരുന്നു, നീ പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മുടെ കുട്ടികൾ നമ്മളോട് എന്തെങ്കിലും അതുപോലെ ഒരു വീട് വെക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടി പലപ്പോഴും നീ കുവൈറ്റിൽ, നീ അമേരിക്കയിൽ, നീ അയലത്തിൽ പോയി കാശ് കൊണ്ടുവന്ന് പറയും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ജീവിതത്തിലെ സമസ്ത കുറവുകളും പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന്റെ കൃപയുടെ കുറവാണ് എന്ന് മക്കളെ പഠിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കളുടേതാണ്. അത് നിർവഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. തീരുമാനം കേൾക്കുന്നവർ എന്നുള്ള നിലയിൽ നിന്ന് തീരുമാനം എടുക്കുന്നവർ എന്നുള്ള നിലയിലേക്ക്, തീരുമാനം അംഗീകരിക്കുവാൻ വിധിക്കപ്പെട്ടവർ എന്നുള്ള നിലയിൽ നിന്ന് തീരുമാനം എടുക്കുന്നവർ എന്നുള്ള നിലയിലേക്ക് ഉയരുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ. അതിലൂടെ ധാരാളം കൃപയും അനുഗ്രഹവും നമ്മുടെ സഭയിലേക്കും സമൂഹത്തിലേക്കും ഒഴുകി ഇറങ്ങി വരട്ടെ എന്നുള്ള ആശംസയോടെ നിങ്ങളുടെ ഭാവിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ വിജയ ആശംസകൾ നേർന്നിട്ടുണ്ട്. ആസന്നമായിരിക്കുന്ന ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇത് വാക്കുകൾ പൂർത്തിയാക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അഭ്യർത്ഥിക്കുകയാണ്. എൻ ടി തോമസ് നെല്ലിപ്പള്ളി ആർപ്പുകര, അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് കോടിക്കൽ പായ്പാട്, ഷാജി ജേക്കബ് പുഴക്കാവിൽ കരിമലക്കുളം. ഇത്രയും പേർക്കാണ് പ്രോത്സാഹന സമ്മാനങ്ങളുള്ളത്. ഇടവകയുടെ അടിസ്ഥാനത്തിൽ പാണ്ടി ഫാത്തിമ മാതാ ദേവാലയത്തിന് പ്രോത്സാഹന സമ്മാനം നൽകുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച സഹോദരൻ കുടമാളൂർ സഹോദരയാണ്. ഏറ്റവും കൂടുതൽ ആനുപാതികമല്ലാതെയുള്ള ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചത് ചെറുപുഷ്പം ആർപ്പുകര കൊടുക്കുന്നു. ആദ്യം കുടമാളൂർ സഹോദരനുള്ള ട്രോഫി വാങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ സമ്മാനം നേടുന്നത് ചെറുപുഷ്പം ഇടവക ആർപ്പുകര. ആനുപാതികമായി